सिल्वर कितना है उसका हिसाब लगाया जाएगा। गोल्ड ले लेंगे मुसलमानों का है। തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിച്ചാൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാലയും സ്വർണവും ആദിവാസികളുടെ വെള്ളിയും തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് മോദി പ്രസംഗിച്ച രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് വലിയ പരാജയം. हमारी बहनों के पास सोना कितना है उसकी जांच की जाएगी, उसका हिसाब लगाया जाएगा। हमारे आदिवासी परिवारों में चांदी होती है, सिल्वर कितना है उसका हिसाब लगाया जाएगा। सरकारी मुलाजिमों के पास कितना जगह है, क्या है, पैसे कहाँ है, नौकरी कहाँ है, उसकी जांच की जाएगी। इतना ही नहीं, आगे क्या कहा है, ये जो गोल्ड है बहनों का और जो संपत्ति है ये सबको समान रूप से वितरित कर दी जाएगी। गोल्ड ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। പിന്നീട് അങ്ങോട്ടുള്ള മോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളിൽ ബിജെപി പ്രവർത്തകർ വരെ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയും ഇലക്ഷൻ കമ്മീഷൻ കേട്ട ഭാവം നടിക്കാതെ മിണ്ടാതിരിക്കുകയും ചെയ്തപ്പോൾ ബൻസ്വാരയിലെ ജനങ്ങൾ തങ്ങളുടെ വോട്ടിലൂടെ ഉറക്കെ പറഞ്ഞു ഈ വിദ്വേഷം ഇവിടെ വേവില്ല എന്ന്. ബിജെപി സ്ഥാനാർത്ഥി മഹേന്ദ്ര സിംഗ് മാളവ്യയുടേത് നാണം കെട്ട തോൽവിയായിരുന്നു. 2,47,054 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ വർഷം മാത്രം സജീവ രാഷ്ട്രീയത്തിലെത്തിയ ഭാരതീയ ആദിവാസി പാർട്ടിയിലെ രാജ്കുമാർ റോത്ത് വിജയിച്ചു. അതും മോദി വാരണാസിയിൽ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ എത്രയോ അധികം വോട്ടോടുകൂടി. നിങ്ങൾക്ക് 2 പോത്തുണ്ടെങ്കിൽ അതിലൊന്ന് കോൺഗ്രസ് തട്ടിയെടുക്കുമെന്ന് മോദി പ്രസംഗിച്ചത് ഗുജറാത്തിലെ ബാനസ്കന്ദയിൽ. ബിജെപി അവിടെ 2009 ശേഷം ആദ്യത്തെ തോൽവി അറിഞ്ഞു. 2019 3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബിജെപി ജയിച്ച മണ്ഡലം കോൺഗ്രസിന്റെ ജെനിബൻ താക്കൂർ പിടിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഗുജറാത്തിലെ 26 സീറ്റും ബിജെപി നേടുന്ന ട്രെൻഡ് അവിടെ അവസാനിച്ചു. ഗുജറാത്തിൽ കോൺഗ്രസിന് കനലൊരു തരി മതി. അതിനവർ നന്ദി പറയേണ്ടത് മോദിയുടെ പ്രചാരണത്തിലാണ്.